ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ പോസ്റ്റർ താഴെ ഇട്ടേക്കുന്ന കണ്ടല്ലോ നിങ്ങൾ, നമ്മുടെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു വിധി ഇന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ പാറശാല ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കൊടുത്തിരിക്കുകയാണ്. ആദ്യം കോടതി വാങ്ങിച്ച് നമ്മൾ തട്ടിക്കൊണ്ടു പോകലിന് 10 വർഷം തടവും എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും തൂക്കുകയറിൻ്റെ ഒരു വിധി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വിധി കേട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി. കാരണം നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയൊരു നിമിഷമായിരുന്നു ആ വിധി കേട്ടപ്പോഴേക്കും. പക്ഷേ ഗ്രീഷ്മയുടെ വീട്ടുകാരുടെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. മോശമാവണം, അങ്ങനത്തെ അവസ്ഥ മോശമാവണം. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു കൂസലൊന്നും ഇല്ലാതാണ് കാരണം ഗ്രീഷ്മ അവിടെ ആ കോടതിയിൽ നിന്നത്. നമ്മുടെ നിയമത്തിൽ അവർക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം നമ്മളിപ്പോൾ തൂക്കുകയറ് കിട്ടിക്കഴിഞ്ഞാൽ ആ തൂക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം അവർക്ക് നല്ലോണം അറിയാം. ഗ്രീഷ്മയ്ക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവൾ ഒരു കൂസലും ഇല്ലാണ്ട് കോടതി മുറിക്കാതെ നിന്നത്. അവൾ പറഞ്ഞ കേട്ടില്ലേ, ഇപ്പം മിനിയാന്നാണെന്ന് തോന്നുന്നു ലാസ്റ്റ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ കോടതി ഉണ്ടായപ്പോഴത്തേക്ക് പറഞ്ഞു, ഇപ്പം ഏറിയാലൊരു 15 വർഷം മാത്രം ജയിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും 38 വയസ്സാണ്. അവൾ സുഖമായിട്ട് അവൾ ജീവിക്കുന്ന അവൾ ഇങ്ങനെ ഒരു TV ചാനലിൽ പറഞ്ഞു. TV ചാനൽ മീൻസ് ഇൻ്റർവ്യൂ എടുത്തപ്പോഴല്ല, അവൾ വരുന്ന വഴിക്കുള്ള കേസാണ് പറയുന്നത്. ഇപ്പം അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാൾക്ക് അപ്പം ഇങ്ങനെയുള്ളൊരു നിയമം, ഇപ്പം തൂക്കുകയർ എന്നുള്ള സംഭവം കൊണ്ടുവന്ന് തൂക്കുകയർ വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തൂക്കുകയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മേൽക്കോടതികളിൽ പോയി നമുക്ക് അപ്പീൽ കൊടുത്തുണ്ടെങ്കിൽ മാറ്റാം. അതങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടോ, നമ്മുടെ നാട്ടിൽ ശരീഅത്ത് നിയമം കൊണ്ടുവരാൻ പാടില്ല, ഇത് ഒരിക്കലും തെറ്റാണ്, അത് മാനുഷികപരമായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മാനുഷിക പരിഗണന കൊണ്ടുവന്ന് പറയാൻ ഭയങ്കര ഡയലോഗ് അടിക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഈ ശരീഅത്ത് നിയമം തന്നെ നടപ്പാക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലും വേണ്ടത്. കാരണം കൊലപാതകത്തിന് കൊല്ലുക, അവനെ കൊല്ലുക, കൊന്ന ആളെ കൊല്ലുക, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങളെ ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ എന്നെയും കൊല്ലുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ അവിടെ വെക്കാൻ പാടുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വീണ്ടും ആവർത്തിക്കും. വീണ്ടും നമ്മൾ എല്ലാ കൊലപാതകങ്ങളും സംഭവങ്ങളും എല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ശിക്ഷ എന്തുവാ? 10-15 വർഷം സുഖമായിട്ട് ജയിലിൽ പോയി തിന്നും കുടിച്ചും കിടന്നും ജീവിക്കാം. അത്രേ ഉള്ളൂ ശിക്ഷ. ഇതാണ് ശിക്ഷ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ശരിയെത്തുന്ന ഗൾഫിലത്തെ പോലെ ഇപ്പം നിന്നെ കൊന്നാലേ എന്നെയും കൊല്ലുക, അല്ലെങ്കിൽ നിന്റെ തല വെട്ടി മാറ്റുക, ഇതൊക്കെ തന്നെയാണ് നിയമം കൊണ്ടുവരേണ്ടത്. നിയമം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിയമം അല്ല, ചുമ്മാ വെറുതെ ഉടായ്പ് നിയമങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രീഷ്മൻ്റെ വീട്ടുകാർ കരയുകയും ഈ ഗ്രീഷ്മ ചിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ പറയണത്. പക്ഷേ നമ്മുടെ ഷാരൂണിൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഹാപ്പിയാണ്. പക്ഷേ ഈ ഒരു ഹാപ്പി എത്ര നാൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഗ്രീഷ്മേൻ്റെ വീട്ടുകാർ നേരെ പോണത് മേൽക്കോടതിയിലോട്ട് പോകും. അവർ ഇത് അപ്പീൽ കൊടുക്കുമ്പോഴത്തേക്കും തൂക്കുകയർ എന്നുള്ളത് മാറ്റി ഒരു ജീവപര്യന്തമാക്കി സുഖമായിട്ട് അവിടെ പുറത്തിറങ്ങി ജീവിക്കും. സുഖമായിട്ട്. ഇനി എത്ര പേരെ വഹിക്കാൻ നടക്കുന്നത്, എത്ര കാമുകിമാർ. ഇപ്പം കാമുകൻ്റെ കേസാണ് പറയുന്നത്. ഇതേ സെയിം കാമുകിമാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കാമുകന്മാരെ ശിക്ഷിക്കണം, ഇതേപോലെ തന്നെ ശിക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കൊലപാതകങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ നിയമം, നമ്മുടെ ഇന്ത്യൻ നിയമം തന്നെ മാറ്റി എഴുതപ്പെടട്ടെ എന്ന് മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലെ ഗ്രീഷ്മയ്ക്ക് മേൽക്കോടതിയിലും സുപ്രീം കോടതിയിലും രാഷ്ട്രപതിയിൽ നിന്ന് ഒരു കരുണയുണ്ടാവാതെ തൂക്കുകയറിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യം മാത്രം, ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. പേഴ്സണലി എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക് കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ തൂക്കുകയറിൽ വിശ്വാസമുണ്ടോ? ഈ തൂക്കുകയർ വിധി നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, വിശ്വാസം ഇല്ലേ, പ്രഹസനമാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് കിട്ടാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെയും ബൈ.